രാവിലെ നല്ല തണുപ്പാ, തണുപ്പും മഞ്ഞും. ഇവിടെ കർണാടക കയറി ബാംഗ്ലൂർ എടുക്കാറായപ്പോ ഇത്രയും മഞ്ഞും തണുപ്പ്. അതെ, ഈ സമയത്ത് പ്രതീക്ഷിച്ചില്ല. ആ എനിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ ഒരു 17-18 ഉള്ളൂ. വാഷ്റൂം ഒക്കെ നല്ല വാഷ്റൂമാ, നല്ല ക്ലീനാ. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇവിടെ കിടന്നത്. അതെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിനടുത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. നല്ല ഹോട്ടലൊക്കെ ആയിട്ട് ഇന്നലെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. പിന്നെ ഇപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് പോവാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തരാം. അപ്പം രാവിലെ എന്താണ് കഴിക്കുന്നത്? രാവിലെ വല്ല ദോശ ഉണ്ടാവും, ദോശയോ ഇതൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലല്ലേ, അപ്പോൾ എന്തായാലും ദോശ കിട്ടും, മേടിക്കണ്ട. ദോശ കിട്ടും. രാവിലത്തെ മഞ്ഞൊക്കെ പോയി കേട്ടോ. പോയി പെട്ടെന്ന് പോയി. ആ വെയിലങ്ങ് തെളിഞ്ഞ. സൂര്യൻ ഒളിച്ച് വന്നപ്പോഴത്തേക്കും മഞ്ഞൊന്നും കാണാനില്ല. വണ്ടികൾ ഇങ്ങനെ പറന്നു പോകുന്നു ഹൈവേ കൂടെ. ഓരോന്ന് എടുക്കാൻ മേലായിരുന്നു. ഉഴുന്നോടെ വലുതാ, അത് തന്നെ എന്നാ വയറ് നിറയും. കുഴപ്പമില്ല, രണ്ടാക്കാം. എന്നായിരുന്നു പറഞ്ഞത്? ഗീ റോസ്റ്റ് ആണോ പറഞ്ഞത്? ഗീ മസാലയും കൂടെ ആണോ? ഗീ മസാലയും കൂടെയാ. പൊടിയുണ്ട് ഇതിൻ്റെ അകത്ത്, എന്താണെന്നറിയില്ല, എന്തായാലും എല്ലാം ഉണ്ട്. നമുക്ക് രാവിലെ വണ്ടി ഒന്ന് കുറച്ചു നേരം സ്റ്റാർട്ട് ചെയ്ത് നിർത്താം. ഇറക്കി കയറട്ടെ. ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചേക്കാം. മഞ്ഞവെള്ളം. അപ്പോൾ രാവിലെ നമ്മുടെ യാത്ര തുടങ്ങിയേക്കാം. ഫസ്റ്റ് കുറച്ച് കട്ടിയാ. സാരമില്ല, അതൊക്കെ ഇച്ചിരി ഇങ്ങോട്ട് തള്ളി കിട്ടും. എനിക്ക് സെക്കൻഡിൽ എടുക്കാം. സെക്കൻഡിലും എടുക്കാം, കാലി വണ്ടിയില്ലേ. ട്രാവൽ വ്ലോഗിന്റെ സ്റ്റാലിനുമായിട്ട് വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൈറ്റ് സർവീസ് ബസ്സുകളാണ് പറന്നു പോകുന്നത്. ചൂട് പറഞ്ഞേ, തണുപ്പായപ്പോ ഒരു സുഖം അല്ലേ? നല്ല സുഖം. ഇവിടെ അത്യാവശ്യം ചൂട് കുറവാ. തെലുങ്കാനയിലായിരുന്നു ഏറ്റവും ചൂടെന്ന് എനിക്ക് തോന്നുന്നു. തെലുങ്കാന, ആന്ധ്രയും ചൂടുണ്ടായിരുന്നു. സേലം 245, കന്യാകുമാരി 804, ബാംഗ്ലൂർ 35. ഇന്നലെ നമ്മള് 400 കിലോമീറ്ററോളം ഓടി. കുറച്ചും കൂടെ ഓടിയാനെ. രാത്രിയില് കട പിന്നെ നല്ല കണ്ടോണ്ട് അവിടെ നിന്നു. അവിടെ നേരം എന്നാ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തേക്കാന്ന് ഓർത്തു. അല്ലെങ്കിൽ നമ്മള് ഒസൂരെങ്കിലും ചെന്നാനെ. ഒസൂരി ഒന്ന് സ്റ്റേ ചെയ്യാന്ന് ഞാൻ ഓർത്തിരുന്നത്. എന്നാണല്ലോ 8 മണി ആയപ്പോഴത്തേനും നമ്മള് കാപ്പ് കുടിച്ചിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. എന്താന്നറിയോ, ഇന്നലെ നേരത്തെ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എഴുന്നേക്കാനും പറ്റി. നല്ല ഉറക്കായിരുന്നു. ഞാൻ രാവിലെ 7 മണിക്ക് പോകണമെന്ന് ഓർത്താണ്. ഞാൻ 1/2 മണിക്കൂർ കിടന്നുറങ്ങി. ഇത് വിളിക്കുമ്പോഴെല്ലാം പിന്നെ അലാറം 6 മണിക്ക് വെച്ചു. അത് കഴിഞ്ഞ് 6:30 ആക്കിയത്. അന്നേരം എടുത്ത് വീണ്ടും 1/2 മണിക്കൂർ കൂട്ടി വെക്കുക. അതുകൊണ്ട് 7 8 പോയി. ഞാൻ പറഞ്ഞ അച്ഛൻ ഒരു കാര്യം ചെടിയിട്ട് പൊളിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കാം. 10 മിനിറ്റ് ഉറക്കം കിട്ടിയാലും അതും എനിക്കിഷ്ടമാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം, ഹോസ്കോട്ട റൂട്ടിൽ. നമുക്ക് ബാംഗ്ലൂർ ടൗണ് പോകാതെ നമുക്ക് ഹൊസൂരേക്ക് അല്ല, നേരെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോകും. നമ്മളിത് ലെഫ്റ്റ് തിരിയുക, ഹോസ്കോട്ട റൂട്ട്. ഹോസ്കോട്ട, മാലൂർ വഴി നേരെ ഹൊസൂര്. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും വെയില് നേരെ മുഖത്തോട്ടല്ലേ. നല്ല വെയില്. കുഴപ്പമില്ല, തണുപ്പ് അല്ലേ, ചൂടില്ലല്ലോ. ഇതുവഴി അങ്ങോട്ട് നമ്മൾ ഹൊസൂര് എത്തുന്ന വഴി ഏകദേശം ഒരു 60-70% വഴി നല്ല അടിപൊളിയാക്കി. കുറച്ചുകൂടെ പണി തീരാനുണ്ട്. ഈ റൂട്ടിലെ കുറെ എല്ലാം വഴിപണി തീർന്നു. ഇനി ഒരു 30% വഴിയും കൂടെ പണി തീരാനുണ്ടാവും. ബാക്കിയെല്ലാം നല്ല അടിപൊളി വഴിയായി. അത് 4 ലൈൻ ആണോ? 4 ലൈനാ. ഇടയ്ക്ക് കുറച്ച് തീരാത്തുണ്ട്. ഡബിൾ ലൈൻ. ഡയറക്ഷൻ മാറിയപ്പോൾ വെയിലും ഇല്ല. പോയി. ചെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോണതിൽ ഇറങ്ങിപ്പോണം. നമ്മുടെ കാറ്റാടിയുടെ ലീഫ്. എത്ര വണ്ടി അതിനകത്ത് പരിവണ്ടി കിടപ്പുണ്ട്? 2, 3, 4 വണ്ടി. 4 അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. 5 വണ്ടിയുണ്ട്. വെയിലടിക്കുന്നുണ്ടല്ലേ? ഇത് കുറച്ച് കഴിയുമ്പോ മാറും. ശാല നേരത്തേക്ക് ഉണ്ടാവും. നമ്മൾ അങ്ങനെ കണ്ണിന് പ്രഷർ കൊടുക്കാൻ പാടില്ല. 5, ഇത് 6ാമത്തെ വണ്ടിയാ. നമുക്ക് ഇതുപോലൊരു ട്രെയിലർ മേടിക്കായിരുന്നു. ആ ട്രെയിലർ ഓടിക്കാൻ വേണ്ടിയിട്ടാണോ അതുകൂട്ട് ഒരെണ്ണം മേടിക്കാന്ന് പറഞ്ഞത്?
ആ അല്ല നമുക്കും ചുമ്മാ ഒരു വെറൈറ്റി വണ്ടിയല്ലേ. അതിന് ഇത്ര പാടുപെടണോ? വെറൈറ്റി വണ്ടി അതൊക്കെ ഒരു വണ്ടി ഉള്ളവരല്ല, ഒരുപാട് വണ്ടിയുള്ള ആൾക്കാരാ അതൊക്കെ കോൺട്രാക്ട് എടുത്ത് ഓടുന്നത്. അതൊക്കെ നിങ്ങളുടെ കാലത്ത് എടുത്താൽ മതി. ഞാനിനിയും അധികം ഒന്നും ഇനിയും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റല്ലേ എന്റെ സാമ്രാജ്യത്തിന്റെ ബാധ്യതകളും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ വണ്ടികളെടുത്ത് പരീക്ഷിക്കേ. ആലോചിക്കട്ടെ. NH 648. അപ്പൊ ഇവിടെ ടോൾ സ്റ്റാർട്ടായി കേട്ടോ. ഞാൻ അടുത്ത് തുടങ്ങിയില്ലായിരിക്കും. കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ ടോൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. അതെ, കട്ട കമ്പനിയാ. ചുടുകട്ടയും ഓടുമൊക്കെയാ ചുടുകട്ട കമ്പനിയാ. അതെ, വഴി നല്ലതാണെങ്കിൽ നല്ല സുഖം അല്ലേ? വഴി നല്ലതാണെങ്കിൽ നല്ല സുഖം. ടോപ്പ് ഗിയറിലിടാ, നേരെ അങ്ങ് വിടുക. ചുമ്മാ ചവിട്ടി പിടിക്കുക, ആക്സിലേറ്റർ, എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്നാ മതി. നമ്മള് രണ്ടുപേരുടെ ഉള്ളേ ആദ്യത്തെ ട്രിപ്പ് അല്ലേ ഇത്? അത് ശരിയാ കേട്ടോ. അത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അത് ഞാനും ഇന്നലെ ഓർത്തായിരുന്നു. നമ്മൾ രണ്ടുപേരും തന്നെയുള്ള ആദ്യത്തെ ട്രിപ്പാ. സാധാരണ നമ്മള് പോകുമ്പോ അമ്മ എല്ലാം ഉണ്ടാവില്ല. അതെ, അതൊരു ശരിയായിരുന്നു. അപ്പം അച്ഛനും മോളും തന്നെയുള്ള ആദ്യത്തെ ട്രിപ്പാ. ഇത് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇതിനൊരു പേരൊക്കെ ഇടായിരുന്നു. പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ, എല്ലാം പെട്ടെന്നല്ലേ. പ്ലാനിങ് ഇല്ലാതെ പോയാണ്ട് ഒന്നുമില്ല. ബംഗളൂരു കോലാർ വന്നോ? സ്വർണ്ണക്കനി ഉണ്ട് അവിടെ. വേണ്ട, വീട്ടിൽ പോവാം. HMB ലൈൻ 2 ലൈൻ 1 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. കോലാർ, തിരുപ്പതി, ചെന്നൈ, ബാംഗ്ലൂർ. ഇവിടുന്ന് ഒരു 35 കിലോമീറ്ററേ ഉള്ളൂ കോലാറിലേക്ക്, ലെഫ്റ്റിലേക്ക്. 360 മീറ്റർ അകലം പാലിക്കുക. നമുക്ക് ഈ താഴെ കൂടെ വേണം പോകാൻ. ഇറങ്ങി വരണം, കറങ്ങി. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ഇറങ്ങണം. നേരെ പോയാൽ ചെന്നൈയാണ്. ഈ വഴിപണിയൊക്കെ തീർന്ന് നല്ല അടിപൊളിയായി. നേരത്തെ ഇഷ്ടംപോലെ പൂ പിടിച്ചു. ഇതുണ്ട്, നല്ല ചെടികൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവയുടെ താഴെ ആ മോളിൽ കൂടെ നമ്മൾ വന്നേ. ഇവിടെയും തട്ടുകടകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, മൊബൈൽ തട്ടുകട. മുമ്പേ കണ്ട കാറ്റാടിയുടെ ബാക്കി ഭാഗങ്ങൾ ഇതേ കിടക്കുന്നു. തൂണ, ചിന്താമണി, മാളൂർ. ഇവിടുന്ന് നമ്മൾ ഹൈവേന്ന് വീണ്ടും ഇറങ്ങാം. ഇവിടെ 2-3 ഇടത്ത് നമ്മൾ വരുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. കണ്ടോ, ഇവിടെ കുറച്ച് ദൂരം ഇനി വഴിപണി തീർന്നിട്ടില്ല. എന്നിട്ട് ആ ലോറി എല്ലാം നമ്മൾ വരുന്ന വഴിക്ക് പോകേണ്ടതാ. എന്നാ കുഴിയായിരുന്നു. ഞാനൊരു സൈഡിലോട്ടും കൂടെ ആയിപ്പോയി. ഇതെല്ലാം ഒസൂരിന്ന് വരുന്ന വണ്ടികളായി, തമിഴ്നാട് വണ്ടികളല്ല. ഇവിടെ കുറച്ച് ദൂരം ഇനി വഴി മോശം ഉണ്ടാകും. ഒരു കുഴിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി മൊത്തം ഒരു സൈഡിലേക്ക് അത്ര കുഴിയായിരുന്നു. വലിയ കുഴിയായിരുന്നു, വെള്ളം കിടക്കുമല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഡെപ്ത് അറിയത്തില്ലായിരുന്നു. പിന്നെ അടി കിട്ടുമെന്നുള്ളതൊന്നും പേടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മയം വെച്ചില്ല. ഇല്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ സ്ഥലം ഹോസ്കോട്ടയാണ്. ഹോസ്കോട്ട് എവിടെയാണെന്നറിയോ? നമ്മൾ ആ മറ്റേ വഴിക്കാന്ന ഇത് കണ്ടില്ലേ, സൂര്യകാന്തി പൂവൊക്കെ കണ്ടില്ലേ? ആ റൂട്ടാ ഹോസ്പേട്ട്. നല്ല വഴി വന്നതിന്റെ കേട് തീർന്നല്ലേ. നന്നായിട്ട് കട്ടിങ് ചെറിയ ചെറിയ മറ്റേ പാച്ച് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നിടത്ത് വരെ ചാടുക. ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ ആ മോളിൽ കൂടെ പോന്നെ. NE 7 ഏതൊരു ഒരു എക്സ്പ്രസ് വേ നമുക്കും കിട്ടുമായിരുന്നെങ്കിൽ. അതെ, ടാറ്റയുടെ കുറെ വണ്ടികളുണ്ടല്ലോ. പ്രൈമ ട്രെയിലർ. സീറ്റ് താത്ത് വെച്ചപ്പോ നല്ല സുഖമായി അല്ലേ? സീറ്റ് താത്ത് വെച്ചപ്പോ നല്ല സുഖമായി. അല്ലെങ്കിൽ താഴെ ഗിയറിലേക്ക് കയ്യെത്തി. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ ഗിയറിട്ടുണ്ട്. എല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ്. ഇവിടെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. അത് കൂടുതലും നമ്മൾ ഇതുവരെ വരുമ്പോ കാണാം. കർണാടകയിലെ ബീജാപ്പൂർ സൈഡ് പോയാലും നല്ല രസമായിരുന്നു. സൂര്യകാന്തി കണ്ടത് ആ സൈഡ്. ഇപ്പം അതിന്റെ സമയമാണോന്ന് അറിയത്തില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ, പുറകിൽ അവിടെ ദൂരെ നിപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് അല്ലല്ലോ. പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ഒത്തിരി കൃഷികളുണ്ട്. ഇങ്ങോട്ട് പിന്നെ വഴി വലിയ കുഴപ്പമില്ല. അവിടെ കുറച്ച് ഭാഗമായിരുന്നു മൊത്തം പാച്ച് വർക്ക് ചെയ്ത് ഒന്നും കുഴിയായിട്ട് നിൽക്കുക. ഈയിടെ ടാർ ചെയ്താ ഇവിടെ പോയി കിടക്കായിരുന്നു. ഞാൻ ആലോചിച്ചോളൂ, ഹമ്പൊന്നും കണ്ടില്ലല്ലോ. അന്നേരം തന്നെ വന്നല്ലേ? അത് എത്ര എണ്ണം വന്നു?
5-6 ഉണ്ട്. ടയർ മാറിയ സെറ്റാകും കേട്ടോ, ഈ കുലുക്കൊന്നും ഉണ്ടാവുകയില്ല. അതെ, നമ്മുടെ കുലുക്കില്ല ഇത്. ഇല്ല, ആ വണ്ടിക്ക് ഒട്ടുന്ന കുലുക്കില്ല. ടയർ മോശമാകണ്ട. നമ്മുടെ തോക്കുമാരന്റെ വണ്ടിയെക്കാട്ടിലും പവറാ, പിക്കപ്പ് ഉണ്ട് അല്ലേ? നല്ല പവറുണ്ട്. ആ, കാല് കൊടുത്താൽ പറക്കും. ആ വണ്ടി പക്ഷേ ഇച്ചിരി വലിയ കുറവോ. പേടിക്കണ്ട, ഹമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലെന്ന് വിഷമിച്ചിരിക്കല്ലായിരുന്നു. അയ്യോ, വണ്ടി ഓടിക്കാൻ സമ്മതിക്കൂലല്ലേ. അതെ, ഇവിടെ പറഞ്ഞോണ്ട് 6 വഴിയുള്ളതുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന. അതുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ ഈ വഴിക്ക് വെച്ചാൽ പോരെ, അവിടെ ഒരു ഹമ്പ്. ആ വഴി നല്ലപോലെ ഒരെണ്ണം വെച്ചാൽ മതി. ഇത് ഗ്രോ ചെയ്യുന്ന സീഡ് ഗ്രോ ചെയ്യുന്ന ഇത് കാണണ്ടേ, നമ്മള് കുഞ്ഞ് സാപ്ലിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ ആദ്യം ചെടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അധികം വെയിൽ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഗ്രോ ചെയ്യുന്നതാണ്. കീടങ്ങളും പ്രാണികളും ഒന്നും അതിനകത്ത് കയറത്തുമില്ല. മൽബറി തോട്ടം ഉണ്ടെന്നോ? മൽബറി ഉണ്ട്, ഒത്തിരി കൃഷി ഉണ്ടെന്ന് ഈ വഴിക്ക്. അപ്പുറത്ത് മറ്റേ ഇതുണ്ടായിരുന്നു, പൊമോഗ്രാനൈറ്റ്, മാതളം, നാരങ്ങ, മാതള കൃഷി. ഇതണ്ട, അവര് വെളിയിലിരുന്ന് കുക്ക് ചെയ്യുന്നുണ്ടോ, അമ്മച്ചിമാര്. ഇതെല്ലാം കൃഷിക്ക് ഒരുക്കിയിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പുറം എന്തോ കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മൾബറി കൃഷിയാണ്. എന്റെ ട്രെയിലറാണ് കിടക്കുന്നത് നോക്കിയേ. ഇവിടെ കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഏരിയ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഇവിടുന്ന് ലോഡാകുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്നൊക്കെ ലോഡ് കയറ്റാൻ വേണ്ടിയൊക്കെ വന്നേക്കുന്ന വണ്ടികളായിരിക്കും. ഇത് മൊത്തം കണ്ടെയ്നർ യാർഡാ. ഓരോന്നിന്റെ മുകളിൽ ഓരോന്നിന്റെ മുകളിൽ ലോഡ് ചെയ്ത് വെച്ചേക്കുക. ലോഡാണോ കാലിയാണോ എന്നറിയില്ല, ചിലപ്പോൾ കാലിയായിരിക്കും. ഇലക്ട്രിക് വണ്ടിയാ. അതെ, ഏത് കമ്പനിയാന്ന് നോക്കാൻ പറ്റിയില്ല. ഇതേ മത്തങ്ങാത്തോട്ടം, മത്തൻ പന്തലിട്ടേക്കുന്നതാണ്. ബന്ദി കൃഷി ഉണ്ടോ? ബന്ദിയല്ലേ ഇത്? ആ, ജമന്തിയാ. എന്നാ രസമല്ലേ, ഇല കാണാനില്ല. അലുവ കഷ്ണം പോലത്തെ കല്ല് പോകുന്ന കണ്ടോ? എല്ലാം കണ്ടെയ്നറുകളാണ്. ഇപ്പൊ തണുപ്പൊക്കെ അങ്ങ് പോയി, നല്ല ചൂടടിക്കാൻ തുടങ്ങി. വേർത്തു. നല്ല ഡ്രൈവറാണ് മൊത്തം വേർത്ത് അല്ലേ. വഴിയും കൂടെ മോശമായതുകൊണ്ട് നല്ല സുഖമാണ്. നന്നായിട്ട് ഭയങ്കരമായിട്ട് സുഖമാണ്. ഈ ഭാഗമേ വഴി ഒട്ടും അങ്ങനെ ശരിയായിട്ടില്ല. ആ, വണ്ടി വെയിറ്റും കൂടെ ഇല്ലാത്തതുകൊണ്ടേ കട്ടറിലേക്ക് ചാടുമ്പം എടുത്തടിക്കുക. നമ്മളെ കർണാടക ഓടി തീരാറായി. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡീസൽ അടിച്ചോണ്ട് പോവേ. തമിഴ്നാട്ടിൽ വില കൂടുതലാണ്. കർണാടക ഇപ്പം 90 ചില്ലറയാ. അതായത് ഇവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്, ഇവിടുന്ന് ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാം. फुल टैंक खोलो, अब लोग नहीं है. കാറാണെങ്കിൽ തന്നെ തുറന്നടിച്ചു കൊടുക്കാം. മീറ്റർ നോക്കണേ. എന്തടിക്കുന്നുണ്ട്? ഫുള്ള്. അതിങ്ങനെ ഒരു എടുത്തോ, അത് വേണം. നെറ്റ് ഇങ്ങനെ എടുത്താൽ മതി. അത് വെച്ചടിക്കേണ്ടതാണ്, പക്ഷെ സമയമെടുക്കും. കരടൊന്നും വീഴാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഇവിടെ 90 രൂപയാണോ? 90 ചില്ലറ. എത്ര? 90 രൂപ 71 പൈസ. തമിഴ്നാട്ടിൽ 94 ചില്ലറ. കാറാണെങ്കിലേ തന്നെ അവർ തുറന്നടിക്കും. അത് ലോക്കൊന്നും ഇല്ല, എന്നിട്ട് തുറന്നു കൊടുക്കാൻ. നമ്മൾ കൂടുതൽ അടിക്കുമ്പോൾ നമുക്ക് തുറന്നിരുന്നല്ലേ. അതെ കാറിന് കൂടി എത്ര രൂപ അടിക്കാനാ? ലോറിക്കാർക്ക് ഒരു വിലയില്ല. അപ്പൊ ഡീസലൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ചവിട്ടി പിടിച്ച് തീർത്തോണം കേട്ടോ. പെട്ടെന്ന് തീർക്കാം. ഫുൾ ടാങ്ക് 160 ലിറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനടുത്ത് ഇവിടുന്ന് ഞാൻ എടുക്കാന്ന് ഓർത്താ. എടുത്തോ. ഞാൻ എടുത്തോളാം. എടുത്ത് നല്ല വഴിയിലോട്ട് ചെന്നിട്ട് ഞാൻ ഓടിക്കാം. ഒസൂരിന് പിന്നെ നല്ല വഴിയായിരിക്കും. എന്തൊരു ചവിട്ട, എങ്ങനെയാലും ഒന്ന് കോർത്ത് ഉത്തിരോട്ട് എത്തുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ പിന്നെ കുഴിയും കമ്പും അല്ലേ? മൊത്തം കുഴിയും കമ്പും. അമ്പൊക്കെ ചുമ്മാ മതില് പോലെ പണിത് വെച്ചേക്കുന്നത്. അമ്പേ വണ്ടി ഇറക്കാനുള്ളതാണോ അതോ ചാടിക്കയറാനുള്ളതാണോ? കയ്യാലേ പോലെ പണിത് വെച്ചേക്കുന്നത്. സേഫ്റ്റി ഫസ്റ്റ്. വണ്ടിക്കാർ 10 കിലോമീറ്റർ മുകളിൽ സ്പീഡിൽ പോവാൻ പാടില്ല. ആവശ്യത്തിലേറെ കട്ടറുണ്ട്. പിന്നെ ഓൾറെഡി 10 കിലോമീറ്റർ വേണ്ടേ പോകത്തില്ല. അതെ, 10 അല്ല 5 കിലോമീറ്റർ സ്പീഡിലേ പോകുള്ളൂ.
ആ ചവിട്ടി ചവിട്ടി നമുക്ക് ലോഡും കൂടെ ഇല്ല, അതുകൊണ്ട് കുലുക്കം കൂടുതലാണ്. ഇവിടെ എന്നാ പറ്റി, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. അതാ വഴി മൊത്തം മോശം കേട്ടോ. ആ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയ എന്നാ പറ്റിയായിരിക്കും. ഷോപ്പുകാരൊക്കെ വന്നിട്ടുണ്ട്. ലോറികൾ ഇത്രയും വണ്ടികൾ പോകുന്ന ഒരു വഴിയായത്. എത്ര കാലമായിട്ട് ഇങ്ങനെ നടക്കാന്നറിയോ? അയ്യോ, പാച്ചവർക്ക് ചെയ്താൽ പോലും മതിയായിരുന്നു. ഡീസൽ എന്തേരാ കത്തിത്തീരുന്നത്. അതെ, അതല്ല ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന എത്ര ലിറ്റർ ഡീസലാണ് എല്ലാ വണ്ടിയുടെയും കൂടെ കൂട്ടിയാ വേസ്റ്റ് ആയിട്ട് പോകുന്നത്. മെയിൻ ഹൈവേയിലൊന്നും അല്ല, അതല്ല മെയിൻ ഹൈവേയിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഹമ്പ് പാടില്ല എന്നുണ്ട്. പോക്കറ്റ് റോഡിൽ വെച്ചാൽ മതി. വെയിലിന് നല്ല ചൂടാ കേട്ടോ. നല്ല ചൂടാ. സമയം 10:30 ആയതേ ഉള്ളൂ. ഇപ്പൊ ഉച്ച കഴിയുമ്പോ ഇച്ചിരി പാടായിരിക്കും, നല്ല ചൂടായിരിക്കും. കൊടിഹള്ളി ഗേറ്റ്. സവോളയാണ്, കിഴങ്ങല്ലേ? കിഴങ്ങ പാർട്ടിലോടാണല്ലോ. അടിയിൽ 2 കെമിക്കൽ ഏതാണ്ട് കയറ്റിയേക്കുന്നത്. അതിന്റെ മുകളിൽ പാർട്ടിലോട് കയറ്റിയേക്കുന്നത്. ഒരു പുള്ളർ പോകുന്നുണ്ട്. എത്ര ടണ്ണായിരിക്കും ഈ ലോഡ്? ഇത് ഈ വഴിക്കല്ലേ പോകുന്നത്? അതെ. അതെ, വലിയ കയ്യാലേ കേട്ടോ. അതൊക്കെ ഇറക്കണം. അതൊക്കെ നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞാലേ റഫ് വണ്ടിയാണ്. കൂടുതൽ റഫ് ആവാനൊന്നും ഇല്ല. അപ്പം ഓടിക്കാനും ഇച്ചിരി റഫാണ്. പിന്നെ വഴിയല്ല. പക്ഷെ ഇതിനകത്ത് 2 ടൈപ്പ് ടയർ വരുന്നുണ്ട്. ചെറിയ ടയറും വലിയ ടയറും വരുന്നുണ്ട്. വലിയ ടയർ വരുന്നതിന് ഇത്രയും കുലുക്കം ഇല്ല. നമ്മുടെ മറ്റേ വണ്ടിയിൽ വലിയ ടയറാണ് കിടക്കുന്നത്. അപ്പൊ ഇതെല്ലാം അതിട്ടാ മതി. ഇത്രയും പ്രശ്നം പറ്റിയല്ല. സ്പീഡ് ലിമിറ്റ് ഇതുണ്ടോ? 30 കിലോമീറ്റർ സ്പീഡ് കേട്ടോ. 30 വരെ പോലും ആരും 30 എവിടെ പോകാനാ? 30 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇത് പോകുന്ന 10 കിലോമീറ്റർ സ്പീഡില്ല. അതിന് വേണ്ടിട്ട് അവിടെ ഹമ്മുണ്ടാക്കി വെച്ചേക്കുന്നു. ഹമ്മിന്റെ ആവശ്യമില്ല. ഇവിടെ എല്ലാം കിടങ്ങാം. വഴിയൊന്നും ഇല്ലേ? അല്ല, ഇതെല്ലാം ബൈപ്പാസ് പോലെ ലോറികളെല്ലാം പോകുന്നത് ബൈപ്പാസാ പറഞ്ഞാല്. ബൈപ്പാസാ? അതില് ടൗൺ ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ കയറാതെ ഇപ്പുറത്തൂടെ പോകുന്ന ടൗണിൽ കൂടെ പോയാൽ ട്രാഫിക്കാ. ലോറികൾ മൊത്തം ഈ വഴിക്കാ പോകുന്നത്. അതായത് നമ്മളിപ്പോ സേലം സൈഡിൽ നിന്ന് വന്നിട്ട് ഹൈദരാബാദ് റോഡിലേക്ക് പോകാനുള്ള വണ്ടികളെല്ലാം ഈ റൂട്ടിലാണ് പോകുന്നത്. കച്ച അടുക്കി വെച്ചേക്കുന്നുണ്ടോ? ബസ്സൊക്കെ ഈ റൂട്ട് വരുന്നുണ്ട്. ഈ റൂട്ടിൽ പോകേണ്ട ബസ്സുകളായിരിക്കും. എന്നാണേലും ഈ വഴി ഒരു ബാംഗ്ലൂരിന്റെ ശാപം എന്ന് പറയാം. ശാപം എന്ന് പറയാൻ പറ്റില്ല. എന്നറിയോ, ഈ വഴി ഉള്ളതുകൊണ്ട് തന്നെ ടൗണിലെ വഴിയിൽ കുറെ തിരക്ക് കുറയും. ബാംഗ്ലൂരിന്റെ ശാപം എങ്ങനെയാ വന്നത്? നമുക്ക് വണ്ടിക്കാർക്കല്ലേ ശാപം. എന്നാൽ ഈ വഴിയൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഭയങ്കര എത്ര കിലോമീറ്റർ ആയി മോശമായിട്ട് കിടക്കുന്നു. ഹോസ്കോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വഴി മോശമാണ്. കുറച്ചിട നല്ല വഴി ഉണ്ടായിരുന്നു. ഈ ലോറിക്കകത്തൊക്കെ ലോഡുള്ള വണ്ടിക്കകത്ത് നല്ല കുലുക്കമുണ്ട്. ഇതെല്ലാം പയർ കൃഷിയാണ്. പയറാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് പയർ പോലെ ഇരിക്കുന്നു. അതെ അതെ, ഇങ്ങനെ അതാ പറഞ്ഞേ. എല്ലാ വണ്ടിയും ഒരു 5 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേണം ഞാൻ ഓടിച്ചോളായിരുന്നു. എല്ലാ മെയിൻ റോഡിൽ ചെല്ലുമ്പോൾ ഓടിക്കാം. ഹൈവേ കയറി ഞാൻ ഓടിക്കാം. ഇതെന്നാ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടി. അതുകൊണ്ട് അതിന്റെ സൈഡ് ഷട്ടർ പൊക്കി വെക്കാവുന്നു. ഈ വഴി എന്തായാലും ദൂരോടുണ്ട്. ഇത് കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ഓടിക്കണം. ഇത് ഓട് കമ്പനിയാണ് കേട്ടോ. മുമ്പേ ചുടുകട്ടയുണ്ട്. ഇവിടെ ഓടാണ്ട്. അല്ല, ഓടും ചുടുകട്ടയുണ്ട്. രണ്ടും ഉണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള കുലുക്കം അല്ല, ഇപ്പറേ ഇരിക്കുമ്പോൾ അതിൽ കൂടുതലും കുലുക്കമുണ്ട്. അതൊരു കാര്യം. ഞാൻ ഓടിക്കുന്ന എനിക്ക് തോന്നുന്നു. അല്ല, ഓടിക്കണം. ഞാൻ ഓടിക്കാൻ നിർത്തിക്കോ. നോക്കട്ടെ, കുറച്ച് തീരൂലേ? തീർന്നു, കുറച്ചുകൂടെ ഉള്ളു. 1.5 മണിക്കൂറായി ഈ വഴി തീരുന്നില്ല. വഴി മോശമല്ലേ? 5 കിലോമീറ്റർ 10 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാ എപ്പോ തീരാനാ? പതുക്കെ ചവിട്ടി ഇറങ്ങി പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ചവിട്ടി ഇറങ്ങി പോകാൻ എവിടെയും ചെല്ലത്തില്ല. കുറച്ച് കുലുങ്ങിയാണല്ലോ അങ്ങ് പോയേക്കാം. വഴി ഇനിയും നല്ല വഴിയാന്ന് തോന്നുന്നു. കൂടുതൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇവിടെ കുറച്ചടേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? വണ്ടിയെല്ലാം അനങ്ങിയാ വരുന്നത്. അങ്ങോട്ടും വഴി മോശമാണ്, നന്നാക്കിയിട്ടില്ല. ഞാൻ ഓർത്ത് ഇവിടെ കണ്ടപ്പോഴത്തേനെ അങ്ങോട്ടുള്ള വഴി നന്നാക്കി കാണുമായിരിക്കും. നന്നാക്കിയിട്ടൊന്നും ഇല്ല. ഇല്ല, വെറുതെ ആശിച്ചു. ഞാൻ തീർന്നേന്നൊന്ന് സന്തോഷിച്ചായിരുന്നു. അവിടെ നല്ല കുഴിയുണ്ട്. മനസ്സിലായാലോ? ആ വെള്ളം കിടക്കുന്നിടത്ത് നല്ല കുഴിയുണ്ട്. നല്ല കുഴിയാ.
ആ ടാങ്കറുകാരൻ പോയി ചാടി. ഇനി അടുത്ത നമ്മളാ. ആ ഇതുണ്ടോ ഈ കുഴി ഉണ്ടോ? ഒരു ടയർ ഇറങ്ങിപ്പോകും, നമ്മുടെ വലിയ ടയർ ഒരെണ്ണം ഇറങ്ങിപ്പോകും അതിനകത്ത്. അത്രയ്ക്ക് കുഴിയാണ്. ഇപ്പോഴേ നമ്മള് കർണാടക ഓടി തീരുക. ഇനിയും വഴി നല്ലതായിരിക്കും അങ്ങോട്ട്. ഈ ബോർഡർ സൈഡ് ആയതുകൊണ്ടാണോ നന്നായിട്ട്? ബോർഡർ സൈഡ് ആയതുകൊണ്ടായിരിക്കല. ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിന്റെ വഴിയാണ്. അവിടെ വഴി നല്ലതാണ്. തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറി. അപ്പോൾ ഇനിയിപ്പം വഴി കുറച്ചിവിടെ മോശമാണെന്ന് തോന്നട്ടെ. അങ്ങോട്ടുള്ള വഴി നല്ല സമാധാനമായില്ലേ? കുറച്ച് സമാധാനമായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, 2-3 ദിവസമായി യാത്ര തുടങ്ങിയിട്ട്. 2-3 ദിവസമായി യാത്ര. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേണം സുഖമായിട്ടൊന്ന് കുറച്ച് നേരം ചുമ്മാ ഇരിക്കാൻ. അത് ശരി. ഈ കുലുക്കത്തിൻ്റെ അടുത്തൊരു ക്ഷീണം പറ്റിട്ട്. ഓ, അപ്പത്തേക്ക് ക്ഷീണം മാറും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക്. നല്ല വഴി കയറി ഓടുമ്പോൾ ഇത്രയും പ്രശ്നമില്ല. ആ ഞാനിപ്പോൾ ആലോചിച്ച ആ ഹൈവേ കൂടെ ഇത്ര ദിവസം എന്നാ സുഖമായിരുന്നു. ഇതെന്നാന്നറിയോ, ഈ ടയർ വളരെ മോശമാണ്, തീർന്നതാണ്, ഓടി തീർന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും കുലുക്കുന്നത്. അല്ല ഇത്രയും കുലുക്കം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആ വണ്ടി കൊണ്ടുവന്നതല്ലേ, അത്ര പ്രശ്നമില്ല. ഈ വഴി ഇവിടെ ഇത്രയും ഇങ്ങനെ മോശമായി കിടക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്താ വരുന്നത്. അതുകൊണ്ട് ഇച്ചിരി ക്ഷീണം കൂടും. രാജേഷ് ചോദിച്ചാൽ എന്നാന്നറിയോ, നിങ്ങൾ എന്നാ ഇത്ര താമസിക്കുന്നത്, പെട്ടെന്ന് വന്നാൽ പോരെ ഇങ്ങനെ വരണ്ടേ? അല്ല നമ്മൾ സ്റ്റേ ചെയ്യല്ലേ, ഇന്ന് രാത്രി ഓടുക. സ്റ്റേ ഇപ്പൊ ഞാൻ പറയാം, 9:30 അവിടെ വണ്ടി ഒതുക്കിയിട്ട്, ഇന്നലെ 9:30 ഒതുക്കിയിട്ട് ഇന്ന് രാവിലെ 8 മണിയായപ്പോഴാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര 10-10.5 മണിക്കൂർ അവിടെ കിടന്നില്ലേ? അതേപോലെ തന്നെ അതിന് മുമ്പത്തെ ദിവസവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഓടിച്ചു മടുത്താൽ ഞാൻ ഓടിക്കാം. ഓടിച്ചു മടുത്തൊന്നുമില്ല, കുറച്ച് കുലുങ്ങി മടുത്തു. പിന്നെ കുലുങ്ങുന്ന എവിടെ ഇരുന്നാലും നല്ല കുലുങ്ങുക. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നാലും അതിൽ ഇച്ചിരുടെ സുഖം ഡ്രൈവ് സീറ്റായിരുന്നു കുലുങ്ങുന്നതിനാ. എന്നുവെച്ചാൽ സ്റ്റിയറിംഗിൽ ഒരു പിടുത്തം ഉണ്ടല്ലോ. ഈ സമയമായതുകൊണ്ട് ഒന്നും വലിയ തിരക്കാണ്, അല്ല ഭയങ്കര തിരക്കാ. ഇഷ്ടംപോലെ പൂക്കട നോക്കിയേ, കളർഫുൾ പൂക്കളാ. എന്നൊക്കെ കളർ ഉണ്ടെന്ന് നോക്കിയല്ലേ, ഇത്ര കളറാ. ഇതിലെ പോയാലും കൃഷ്ണഗിരിക്ക് പോവാം. നമുക്ക് മെയിൻ ഹൈവേ കൂടെ തന്നെ പോവാം. ഹൈവേ കൂടെ ആണല്ലേ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോവാം. വഴി നല്ലതുമായിരിക്കും. വഴി മോശമുണ്ടാകും, നമുക്ക് വലിയ പാടാം. നേരെ പോട്ടെ. ഒസൂര് 12 കിലോമീറ്റർ, ധർമ്മപുരി 113. അയ്യോ, വേസ്റ്റ് വെള്ളം. ഇതൊരു നദിയായിരുന്നു. അടുത്ത വെള്ളത്തിൻ്റെ കളറും മൊത്തം കരിയോല് പോലത്തെ വെള്ളം ഒഴുകുന്നു. ബാംഗ്ലൂരിലെ അഴുക്കുചാലെല്ലാം അതിനകത്താന്ന് തോന്നുന്നു. ഭയങ്കര മണാട്ടോ. ഭയങ്കര നാറ്റം. മണമല്ല, നാറ്റം എന്നാ പറയാൻ പറ്റുന്നത്. ഇവിടെ ഇച്ചിരി വീതി കുറവാണ് എനിക്ക്, തിരക്കും. ട്രാക്ടർ എത്ര എണ്ണമെന്ന് നോക്കിയേ. 1, 2, 3, 4 3 ഉള്ളു കേട്ടോ. 3 ട്രോളിയാ. 2 ട്രെയിലറാ. ഇവരാ മറ്റേ പണിക്കാരൊക്കെ പോകുന്നത്, ഓരോ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ കൃഷിപ്പണിക്കൊക്കെ പോവല്ലേ, അവരുടെ അതാന്ന് തോന്നുന്നു. കരിമ്പ് വെട്ടാനും ഒക്കെ പോകുന്നത്. ഇത് മറ്റേ രഥം കേട്ടോ, രഥം ഉണ്ടാക്കുക. ഇവിടെ ഉത്സവം വല്ലതായിരിക്കും. അവിടെ ഉത്സവമായിരിക്കും. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അതിന് തൊട്ട് പുറയിൽ. കല്ല് കട്ട് ചെയ്ത് കൊണ്ടിട്ടേക്കുന്ന കണ്ടോ, അലുവ കഷ്ണം പോലെ. ഇവിടുത്തെ കല്ലിങ്ങനെ. ഇനിയിപ്പം വഴി നല്ലതാ. നമ്മുടെ ദുരിതയാത്ര കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.